നമസ്കാരം. സച്ച ഭാരതിലേക്ക് സ്വാഗതം. ശാസ്ത്ര സത്യങ്ങളുടെ ചുരുളഴിക്കുന്ന ഒരു എപ്പിസോഡിലേക്കാണ് നിങ്ങളെ എവരെയും സ്വാഗതം ചെയ്യുന്നത്. മഴകളെക്കുറിച്ചും മഴമേഘങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിനു മുമ്പും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അതിനെ സംബന്ധിച്ച വിവിധ വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ സുരേഷ് നാരായണൻ. ശ്രീ സുരേഷ് നാരായണൻ കോട്ടയം ജില്ലയിൽ ശ്രീ നാരായണൻ നായരുടെയും ശ്രീമതി കമലയുടെയും മകനായി ജനനം. ഇപ്പോൾ എറണാകുളത്ത് ഇടപ്പള്ളിയിൽ സ്ഥിരതാമസം. മഹാരാജാസ് കോളേജ്, സേക്രഡ് ഹാർട്ട്സ് കോളേജ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിസിക്സിൽ MSc, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മെറ്റീരിയോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ. 1980 അദ്ദേഹം ആരംഭിച്ച ഫിസിക്സ് ചേംബർ എന്ന ഫിസിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അനേകായിരം വിദ്യാർത്ഥികളെ ശാസ്ത്രലോകത്തിലെ അത്ഭുത പ്രതിഭാസങ്ങൾ പരിചയപ്പെടുത്തി. 45 വർഷമായി അധ്യാപന രംഗത്തുള്ള ശ്രീ സുരേഷ് നാരായണന്റെ പത്നി UC കോളേജിൽ നിന്നും വിരമിച്ച ഫിസിക്സ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ അനില. മൂത്തമകൻ നിരഞ്ജ് സുരേഷ് പിന്നണി ഗായകനാണ്. കൊച്ചിയെ അടിസ്ഥാനമാക്കി ഡോക്ടർ സുരേഷ് നാരായണൻ നടത്തിയ മൺസൂൺ സ്റ്റഡീസ് എന്ന പ്രബന്ധത്തിന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് ലഭിച്ചു. സ്വാഗതം ഡോക്ടർ സുരേഷ് നാരായണൻ. വെൽക്കം ടു അവർ ഷോസ്. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് നമ്മുടെ മുമ്പിലുള്ളത്, അല്ലെ? മേഘങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ മേഘങ്ങളെ ഒട്ടനവധി തവണ കണ്ടിട്ടുണ്ട്, മേഘങ്ങളുമായി ചിലപ്പോൾ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ മേഘങ്ങളുടെ എന്താണ് മേഘങ്ങളെന്നും അതിന്റെ ശാസ്ത്ര സത്യങ്ങളെന്നും പലർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്, അല്ലെ? നമ്മുടെ ലോകത്ത് പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. കോട എന്നൊക്കെ പറയുന്നത് അതെ, മേഘമാണ്. ഫോഗിനെയാണ് ഈ കോട. കോട എന്ന് മൂന്നാറിലൊക്കെ പോകുന്നവര് കോട ഇറങ്ങി, അല്ലെങ്കിൽ നാടുകളിലേക്ക് ചെല്ലുമ്പോ കോട ഇറങ്ങിയ കാര്യമൊക്കെ പലപ്പോഴും പറയും. മേഘമാണ് ഈ കോട. അത് പിന്നെ ചൂടാകുമ്പോഴത്തേനും മാറ്റി പോകും. കോട മാറുന്നു. അത് ഏറ്റവും കൂടുതൽ ഈ കാറൊക്കെ ഓടിക്കുന്നവർക്ക് വലിയ ത്രട്ടാണ് ഈ കോട, ഫോഗ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷും കാണാൻ വിസിബിലിറ്റി പറയും. വിസിബിലിറ്റി ദൂരം ഫോഗ് വന്നു അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റേഞ്ചിലൂടെ ഒക്കെ ഡ്രൈവ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മുടെ വിഷയത്തിൽ പറഞ്ഞത് വെച്ചാല് മേഘങ്ങളുമായിട്ട് നമ്മൾ എപ്പോഴും സമരസപ്പെട്ട് മീറ്റ് ചെയ്ത് തന്നെയാണ് ജീവിതം. ഞാൻ പറയുന്നത് എങ്ങനെയാ, പക്ഷെ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ മേഘങ്ങൾ അതെങ്ങനെയാണ് മേഘങ്ങളായിട്ട് അതിന്റെ ഒരു അടിസ്ഥാന തത്വമാണ്? ഭൂമിയുടെ പൊതുവായിട്ട് ഒരു 70% ഭൂമിയുടെ ഒരു ഡോർവീട്ടിരിക്കുന്നുണ്ട്, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. 70% വെള്ളം താഴെ നിറഞ്ഞിരിക്കുക. അതായത് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ചില കുഴികളിലാണ് ഈ വെള്ളം ഇരിക്കുന്നത്. ആകപ്പാട് ഇവിടെ ലാൻഡിന്റെ ഉയർന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ റേഡിയസ് 6400 കിലോമീറ്റർ ആണ്. ഉയർന്ന ലാൻഡിന്റെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് നമ്മുടെ മൗണ്ട് എവറസ്റ്റ്, 8 കിലോമീറ്റർ. എന്താണെങ്കിലും ബാക്കി ഭൂമിയുടെ ഉള്ളിലേക്ക് ഈ ലാൻഡ് പോർഷൻ, ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗം, ഇതിന്റെ ഉള്ളിലേക്ക് ചെല്ലുന്നതോടെ ടെമ്പറേച്ചർ വളരെ ഉയരത്തിലാണ് ഉള്ളിലേക്ക്. അതെ, അപ്പൊ ഈ സർഫസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു മേജർ പാർട്ട് കവർ ചെയ്ത് വന്നിരിക്കുന്ന വെള്ളമാണ് വാട്ടർ ബോഡി, ഹൈഡ്രോസ്ഫിയർ. അപ്പൊ അതില് എന്താ, ഭൂമി ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ആ റൊട്ടേഷൻ പ്രധാനമാണ്. ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വെള്ളം ഇങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് കടൽത്തീരത്തിലും പോയി തിരമാലകൾ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ ആ വെള്ളത്തിന്റെ മറിച്ചിലും സൂര്യതാപം ഇതിലേക്ക്, സൂര്യരശ്മികൾ ഇതിലേക്ക് വന്നുകൊണ്ട് വെള്ളം ഇങ്ങനെ ഇളകുന്നു, സൂര്യരശ്മി വന്നു. നാച്ചുറൽ ആയിട്ട് ഇതിൽ നിന്ന് ഇവാപറേഷൻ നടക്കും. ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ ബാഷ്പീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബാഷ്പകണങ്ങൾ, വാട്ടർ മോളിക്യൂൾസ്, വെള്ളത്തിന്റെ കണികകൾ അന്തരീക്ഷത്തിലേക്ക് കയറും. അത് അന്തരീക്ഷത്തിലേക്ക് കയറി അതായത് നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഒരു ഭാഗം വാട്ടർ വേപ്പർ നിറഞ്ഞിരിക്കുക. അതിന് പല റോളുണ്ട്. വാട്ടർ വേപ്പർ അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കുന്നതായ എന്നെ നീരാവി എന്ന് വിളിക്കാം. നീരാവിക്ക് പകൽ സമയത്തുള്ള പ്രധാന റോൾ എന്താന്ന് വെച്ചാല് സൂര്യരശ്മിയെ കുറെ ബ്ലോക്ക് ചെയ്യുമ്പോഴേക്ക് സൺലൈറ്റ്, എർത്തിലേക്ക് വരുന്ന സൺലൈറ്റ് കുറയും. രാത്രിയില് ഇത് വന്നപ്പോഴത്തേക്ക് നീരാവിയുടെ ഭാഗം വന്ന് നിൽക്കുമ്പോൾ ഭൂമിയിൽ നിന്നുള്ള പുറമേക്കുള്ള ചൂട് പുറത്തേക്ക് പോകുന്നത് തടയപ്പെടും. അങ്ങനെ പൊതുവായിട്ട് ഈ അന്റാർട്ടിക്കയിലേക്കുള്ള ടെമ്പറേച്ചർ അറിയാലോ, ഏതാണ്ട് 0 ആണ്, മൈനസ് അല്ലേ. അപ്പം ഭൂമിയുടെ അങ്ങനെ ലോ ടെമ്പറേച്ചർ കിടക്കുന്നതിനെ ഒരു ഏതാണ്ട് ടെമ്പറേച്ചർ 15 ഡിഗ്രി അല്ലെ 20 ഡിഗ്രി സെൽഷ്യസിൽ
മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ വാട്ടർ വേപ്പർ വളരെ ആവശ്യമാണ്. നമ്മളതിനെ മേഘത്തിന്റെ അതെ, ഈ നീരാവിയാണ് മേഘം. ഇതങ്ങോട്ട് ഉയർന്നു പോകുമ്പോഴേ നമ്മൾ മേഘമായിട്ട് കാണുന്നു തീരത്തില്. ഇവിടെ ഇപ്പോ നമ്മളത് ബാഷ്പീകരിക്കപ്പെടുന്ന വെള്ളം ആ മുകളിലേക്ക് പോകുന്നു. മേഘങ്ങളായി. കാരണം അതിന് വേറൊരു എനിക്ക് സത്യം പലരും തിരിച്ചറിക്കപ്പെട്ടൊരു സത്യമുണ്ട്. നീരാവിയുടെ ഡെൻസിറ്റി, സാന്ദ്രത എയറിന്റെ സാന്ദ്രതയേക്കാൾ കുറവാണ്. എയർ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നൈട്രജനും ഓക്സിജനും ഒക്കെയാണ്. അതിന്റെ മൊത്തത്തിലുള്ള സാന്ദ്രതയേക്കാൾ കുറവാണ് നീരാവിയുടെ. ചോദിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണത് അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുന്നത്? കാരണം ഈ നീരാവിയുടെ സാന്ദ്രത കുറവാണ്. അപ്പൊ അത് പൊങ്ങുന്നു. പൊങ്ങാൻ വെറുതെ അങ്ങോട്ട് പൊങ്ങില്ല. അതിന് ചില ഈ നീരാവി മുകളിലേക്ക് പോകണമെങ്കിൽ ഒന്ന് നമ്മുടെ ഇവിടുത്തെ പശ്ചിമഘട്ടത്തിന്റെ ഒരു പ്രത്യേകത. പശ്ചിമഘട്ടത്തിന്റെ കാര്യം നമുക്ക് ലോകവ്യാപകമായിട്ടൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ആ ഭൂമിയുടെ കിടപ്പ് ചെരിവുണ്ട്. ആ ചെരിവിലൂടെ നീരാവി അറേബ്യൻ സീയിൽ നിന്ന് വരുന്ന നീരാവി കേരളത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ ഈ ചെരിവ് കൊണ്ട് ഈ നീരാവി മുകളിലേക്ക് പോയിട്ട് ഒരു സെർട്ടൺ ലെവലായി കഴിയുമ്പോൾ തന്നെ അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ മഴ പെയ്യാനൊക്കെ ഉള്ള കാരണമായിട്ട് കേരളത്തിൽ. ഇത് ഒരു കാര്യം. മറ്റൊന്ന്, ഈ നീരാവി വന്നിട്ട് മുകളിലേക്ക് ചെല്ലുന്തോറും ടെമ്പറേച്ചർ കുറവാണ്. അപ്പൊ അങ്ങനെ മുകളിൽ ഒരു സെർട്ടൺ ടെമ്പറേച്ചർ താഴെ, അതായത് പറയുന്ന ഈ മേഘങ്ങൾ രൂപപ്പെടുന്നതിന് പ്രധാന കാരണം ഒന്ന് ടെമ്പറേച്ചർ, കാറ്റ് ഇതിന്റെ ഗതി മാറ്റുന്നു. ഇതിനെ എങ്ങനെ ഇപ്പം അതെ ഓറോഗ്രാഫിക് എഫക്റ്റ് പൊക്കി വിടാനായിട്ടോ അല്ലെങ്കിൽ പിന്നെ ദിശ മാറ്റി അറേബ്യൻ സീയിൽ ഉണ്ടായ നീരാവി കേരളത്തിന് ഓടി വന്നില്ലേ? അത് കാറ്റാണോ? അപ്പൊ അത് കാരണം ടെമ്പറേച്ചർ കുറയുമ്പോഴാണ് ഇതിന് നീരാവി ഘനീഭവിക്കുന്നത്, കണ്ടൻസി. അങ്ങനെയാണ് ക്ലൗഡ് ഫോം. ക്ലൗഡ് ഇപ്പൊ വേറൊരു കാര്യം ക്ലൗഡിലുണ്ട് കേട്ടോ. ഈ ചില കണികകൾ പാർട്ടിക്കിൾസ്, ഈ പാർട്ടിക്കിൾസിലാണ് നീരാവി കണ്ടൻസ് ചെയ്ത് ഡ്രോപ്പ് ആവുന്നത്. അത് ചിലപ്പോൾ ഡസ്റ്റ് കൊണ്ടുണ്ടാവാം, പിന്നെ വോൾക്കാനിക് എറപ്ഷൻ കൊണ്ടുണ്ടാകുന്ന പിന്നെ അന്തരീക്ഷത്തിലുള്ള പൊല്യൂട്ടൻസ്. അപ്പൊ തന്നെ നമുക്കറിയാലോ ഈ ആർട്ടിഫിഷ്യൽ റെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിൽവർ നൈട്രേറ്റ് സ്പ്രേ ചെയ്യും ക്ലൗഡില്. ക്ലൗഡ് ചെയ്യുമ്പോൾ സിൽവർ നൈട്രേറ്റ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് കണ്ടൻസ് ചെയ്ത് അവിടെ ഡ്രോപ്സ് ഉണ്ടാകും. ആ ഡ്രോപ്സ് ഒരു പ്രത്യേക സൈസിൽ കൂടുതലായി കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റില്ല. വെള്ളത്തിന്റെ ഡെൻസിറ്റി കൂടുതലാണ്, അതായിരിക്കും. അങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ റെയിൻ ജനറേഷൻ നമുക്ക് ഉണ്ടാക്കുന്നത്. ശാസ്ത്രീയ വശം അതാണ്. ഇനിയിപ്പോ ഈ നീരാവി ഇങ്ങനെ വന്ന് അത് മുകളിലേക്ക് പോകുന്ന മെക്കാനിസം കാറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഫ്രണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് പറയും, കോൾഡ് ഫ്രണ്ട്, ഹോട്ട് ഫ്രണ്ട്. എയറിന്റെ എയർ പാർസൽസിന്റെ അല്ലെങ്കിൽ അന്തരീക്ഷ വായുവിന്റെ തണുത്ത ഭാഗവും ചൂടുള്ള ഭാഗവും തമ്മിലുള്ള ചില കൂട്ടിമുട്ടൽ, അതിലൂടെയും ഈ ക്ലൗഡ് എന്ന് പറയുന്ന ഈ നീരാവിയുടെ കൂട്ടം മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോയാലുള്ള കൂട്ടം എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കുറയും. ടെമ്പറേച്ചർ കുറഞ്ഞ് കഴിയുമ്പോഴേക്ക് ലിക്വിഡ് ലെവലിന്റെ ടെമ്പറേച്ചർ കുറയുമ്പോഴേക്ക് അത് ഡ്രോപ്സ് ആയിട്ട് ഫോം ചെയ്യും. ഡ്രോപ്ലെറ്റ്സ് ഇത് വേണം, പാർട്ടിക്കിൾസ് വേണം, അതായത് ഡ്രോപ്പ് ഫോം ചെയ്യും. ഡ്രോപ്പിന്റെ എമൗണ്ട് കൂടി കഴിയുമ്പോൾ അത് വഴിയായിട്ട് മാറും. അപ്പൊ നാച്ചുറലി ഒരു വെയിറ്റ് കൂടുമ്പോഴാണ് അവര് താഴേക്ക് വീഴുന്നത്. പിന്നെ മേഘങ്ങൾക്കുള്ളിൽ തന്നെ ഈ കണികകൾ ഇങ്ങനെ നീരാവിയുടെ കൂട്ടങ്ങള് മുകളിലേക്ക് പോവുകയും ഡ്രാഫ്റ്റ് ഉണ്ടാവും, മുകളിലേക്ക് പോവുകയും താഴേക്ക് വരികയും മുകളിലേക്ക് പോവുകയും താഴെ. ഇതിങ്ങനെ ഓരോ ക്ലൗഡിലും ഇത് സംഭവിക്കുന്നുണ്ട്. സൈക്കിൾ പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതിന്റെ നടക്കുമ്പോൾ അങ്ങനെ ആ കണികകള് തമ്മിൽ കൂട്ടി ഉറഞ്ഞിട്ടൊക്കെയാണ് ചാർജ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ മേഘത്തിനുള്ളിൽ ചാർജിങ് വരുന്നത്. ചാർജിങ് വന്ന അവസാനം ചാർജ് ഭയങ്കരമായിട്ട് കൂടി കഴിയുമ്പോഴേക്ക് അത് ഇതിന്റെ എയറിന്റെ ആ ഒരു ഇൻസുലേഷൻ പ്രോപ്പർട്ടി കുറഞ്ഞ് ആ ചാർജ് ഭൂമിയിലേക്ക് വെള്ളമായി ഇടിമില്ല. അത് ക്ലൗഡിൽ നിന്ന് ക്ലൗഡിലേക്ക് ആ ചാർജ് ഫ്ലോ ഉണ്ടാകും. ക്ലൗഡിൽ നിന്നും ഏറ്റവും അടുത്ത അത് ഒരു ബിൽഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ മരമായിരിക്കാം, അതിലേക്ക് ചാർജ് ഡിസ്ചാർജ് ചെയ്യും. അങ്ങനെയാവും ലൈറ്റ്. അപ്പൊ ഈ ക്ലൗഡ് ഫോർമേഷനില് അതിന്റെ അകത്തുള്ള വെള്ളത്തുള്ളികളുടെ ഒഴുക്ക്, നീക്കം, ഇതെല്ലാം ഈ സംഭവങ്ങൾക്കെല്ലാം കാരണമായിത്തീരുന്നു. ഒന്ന്, അതിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞത് വീണ്ടും വളരാനും അതുപോലെ തന്നെ ചാർജ് ഉണ്ടാകാനും ആ ചാർജ് ഡിസ്ചാർജ് ചെയ്ത്
ചെയ്യുന്നതിലൂടെ തണ്ടർ സ്റ്റോം ആയിട്ട് മാറുന്നത്, പിന്നെ മിന്നൽ ഉണ്ടാവില്ല ഈ ഫോർമേഷൻ. പിന്നെ ഒരു അടുത്തൊരു ചോദ്യം നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ നമ്മൾ വിവിധ തരത്തിൽ ചെറിയ ക്ലൗഡ്, വലിയ ക്ലൗഡ്, വേറെ ടൈപ്പ് ഷേപ്പിലുള്ള പല പല ക്ലൗഡുകളുണ്ട്. അങ്ങനെ അത് ഒരു ആ ക്ലൗഡിന്റെ ഘടന അനുസരിച്ച് അതിനെ വേർതിരിക്കാനുള്ള ഒരു അങ്ങനെ ശാസ്ത്രീയമായ തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. എന്താ വെച്ചാല് ക്ലൗഡിനെ മൊത്തത്തിൽ കാണുകയല്ല, ഒരു 4 ടൈപ്പ് ക്ലൗഡുകളെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇതൊന്നും എല്ലാം നീരാവിയാണ്. നീരാവിയാണെങ്കിൽ പോലും അവിടെയുള്ള അന്തരീക്ഷത്തിന്റെ അവസ്ഥ അനുസരിച്ച് അല്ലെങ്കിൽ ലെവൽ അനുസരിച്ച്, ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ഈ ക്ലൗഡിന്റെ പല രൂപഭാവങ്ങൾ, രൂപാന്തരങ്ങൾ വരും. വളരെ പരന്ന് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന, അതായത് ഒരു എന്താ പറയാ, ഒരു പർവ്വതാനി വിരിച്ച പോലെ പരന്ന് കിടക്കുന്ന, അധികം വലിയ കനമില്ല കിടക്കുന്നതിനെ സ്ട്രാറ്റസ് ക്ലൗഡ്. വെറുതെ കിടക്കുന്ന ആ സ്ട്രാറ്റസ് ക്ലൗഡിന്റെ ഒരു രൂപമാണ് ഈ ഫോഗ് എന്ന് പറയുന്നത്. ഈ നമ്മൾ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ കോട, അതൊക്കെ സ്ട്രാറ്റസ് ക്ലൗഡാ. ഈ സ്ട്രാറ്റസ് ക്ലൗഡ് ഇങ്ങനെ മലയുടെ ഇടയിലൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നതൊക്കെ നമ്മൾ മൂന്നാറിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും. അത് ഈ സ്ട്രാറ്റസ് ക്ലൗഡിന്റെ ഭാഗമാണ്. അവിടുത്തെ ടെമ്പറേച്ചർ ഡ്യൂ പോയിന്റ് എന്നുള്ള ആ ടെമ്പറേച്ചർ, ഓരോ സ്ഥലത്തും ഡ്യൂ പോയിന്റ് ഉണ്ട്. ഡ്യൂ പോയിന്റ് താഴെ വന്ന് കഴിയുമ്പോൾ ക്ലൗഡ് ഫോം ഉണ്ടാകും. ക്ലൗഡ് ഉണ്ടാകാൻ സജ്ജമായി. പിന്നെ പാർട്ടിക്കുലേറ്റ്സ്, ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് വേണം ക്ലൗഡ് വാട്ടർ കണ്ടൻസ് ചെയ്യാൻ, വാട്ടർ പോട്ടെ നീരാവി കണ്ടൻസ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ സ്ട്രാറ്റസ് ക്ലൗഡ് ഉണ്ട്. ഇനിയും ഈ ക്ലൗഡുകളുടെ പഞ്ഞിക്കെട്ട് പോലെ കൂടി കിടക്കുന്ന ക്യുമുലേറ്റ് അതാണ് ക്യുമുലസ് ക്ലൗഡ്. അതിങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ നല്ല നീലാകാശത്ത് പഞ്ഞിക്കെട്ടുകൾ ഇങ്ങനെ കാണാം, ക്യുമുലസ് ക്ലൗഡാണ്. പിന്നെ മറ്റൊന്ന് വളരെ ഉയരത്തിൽ ചില തൂവൽ പോലെ, അത് വളരെ ഹൈറ്റിലാണ്. അത് ചെറുതാണ്, ഇങ്ങനെ ഈ ബ്രഷ് സ്ട്രോക്ക് പോലെ കലാകാരന്മാർ ഈ പെയിന്റിൽ ഇങ്ങനെ സ്ട്രോക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് സിറസ്. അപ്പൊ ഇങ്ങനെ 3 എണ്ണം ഏതൊക്കെയാണ്? സ്ട്രാറ്റസ്, ക്യുമുലസ് ആൻഡ് സിറസ്. 4ാമത് വരുന്നതാണ് ഈ റെയിൻ ക്ലൗഡ്സ്. അതിന് നിംബസ്, അതായത് വെള്ളം എപ്പോ വേണമെങ്കിലും ഞങ്ങള് വേണമെങ്കിൽ മഴയൊക്കെ ഉണ്ടാക്കാം എന്നുള്ള അവസ്ഥയിൽ, ഒരു ഗർഭാവസ്ഥ എന്നോട് പറയാം. അങ്ങനെ അവസ്ഥയിൽ അങ്ങനെ അവസ്ഥയിൽ കിടക്കുന്ന ക്ലൗഡുകളെ നിംബോ സ്ട്രാറ്റസ് ഉണ്ട്, ക്യുമുലോ നിംബസ് ഉണ്ട്, സിബി ക്ലൗഡ്. അതിന്റെ തന്നെ പല വലിപ്പമുണ്ട് കേട്ടോ. ഈ സിബി ക്ലൗഡിന്റെ തന്നെ ഒരു വലിയ ഫോമാണ് തണ്ടർ ക്ലൗഡ് എന്ന് പറയും. തണ്ടർ ക്ലൗഡ് അങ്ങ് ഒരു 500 മീറ്റർ ബേസ് ലെവൽ, 500 മീറ്റർ. മറ്റു കാര്യമുണ്ട്, മിക്ക ക്ലൗഡിന്റെ ഒരു 2 കിലോമീറ്റർ മുകളിൽ, 2 കിലോമീറ്റർ, അതിന്റെ ബേസ് 2 കിലോമീറ്റർ ഹൈറ്റിലായി, പിന്നെ മുകളിലായിട്ടാണ്. എന്നാലും ഒരു ഈ 2 മുതൽ പിന്നെ ഒരു 16-17 കിലോമീറ്റർ വരെയാണ് സ്പേസിലാണ് ഈ ക്ലൗഡ് എല്ലാം ഫോം ചെയ്തത്. അപ്പൊ സിറസ് ക്ലൗഡ് എന്ന് പറയുമ്പോൾ ഒരു 16 കിലോമീറ്റർ. ഈ തണ്ടർ ക്ലൗഡ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോം ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരും. ബേസ് ഒരു 500 മീറ്റർ ആയിരിക്കാം, പക്ഷെ ബാക്കി ഭാഗം ഇങ്ങനെ പൊങ്ങി 17 കിലോമീറ്റർ. അപ്പൊ നോക്കൂ, 2 കിലോമീറ്റർ മുതൽ 17 കിലോമീറ്റർ എന്ന് മൊത്തം ഹൈറ്റ് 15 കിലോമീറ്റർ. ഇത് നമ്മൾ അനുഭവിക്കുന്ന എപ്പോഴാണ്? ഫ്ലൈറ്റ് ജേർണിയിലാണ്. ഇതിന്റെ അകത്തോട്ട് ഫ്ലൈറ്റ് കയറി കഴിയുമ്പോ ക്ലൗഡാണ്. നമ്മളപ്പോ അത് കയറി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്താന്ന് വെച്ചാൽ, കയറി കഴിഞ്ഞുള്ള അവസ്ഥ ഇതിന്റെ ചുറ്റുമായിട്ട് ഈ പാർട്ടിക്കിൾസ് പൊങ്ങുകയും താഴുകയും ചെയ്യുക. ഇതാണ് ഈ എയർക്രാഫ്റ്റിനെ ഇടക്കി മറി എയർ പോക്കറ്റ്സിൽ വീണ പോലെ ഒക്കെ തോന്നുന്നത്. ആകെ ഇളകി മറിയുന്ന അനുഭവം ഭയാനകമാണ്. അപകടം സംഭവിക്കാം, ഭയാനകമായ ഒരു അന്തരീക്ഷം അതിനുണ്ടാകും. അതുകൊണ്ട് കഴിവതും നല്ല പൈലറ്റ്സ് ആണെങ്കിൽ അവരുടെ സെറ്റഡ് റൂട്ട് ഉണ്ടാവുമെങ്കിലും ഇത് ഒഴിവാക്കാൻ ശ്രമിക്കും. ഇല്ലെങ്കിൽ വളരെ ജനങ്ങൾ, പാസഞ്ചേഴ്സ് വളരെ പേടിച്ചു. ഇളക്കം അതിനകത്ത് വാട്ടർ കണ്ടക്ടർ. അപ്പൊ ഇങ്ങനെ 4 ഇതായിട്ട് 4 വിഭാഗം. ഹൈറ്റ് അനുസരിച്ചിട്ടും അതെ, ഹൈറ്റ് അനുസരിച്ച് ഏറ്റവും ഹൈറ്റിലുള്ള 16-12 കിലോമീറ്റർ മുകളിൽ ഉള്ളത് ഒക്കെ സിറസാണ്. പിന്നെ ആൾട്ടോ ക്യുമുലസ്, ആൾട്ടോ സ്ട്രാറ്റസ്. ആൾട്ടോ എന്ന് പറഞ്ഞാൽ മിഡിൽ ലെവലാണ്. പിന്നെ താഴെയുള്ളതാണ് സ്ട്രാറ്റസ് താഴെ ലെവൽ. അപ്പം അതെല്ലാം പല തരത്തിലുള്ള ക്ലൗഡാണ്. പക്ഷെ എല്ലാം ഒന്ന് തന്നെയാണെങ്കിലും അതിന്റെ ഗുണത്തിലും
അതിന്റെ ഭാവത്തിലും ഭാവത്തിലും വ്യത്യാസമുണ്ട്. പിന്നെ പ്രോപ്പർട്ടിയിലും വ്യത്യാസം എല്ലാം. പിന്നെ നിംബസ് ക്ലൗഡിൽ നിന്ന് നിംബസ് ആയിട്ടുള്ള ക്ലൗഡിൽ നിന്ന് മാത്രമേ മഴയുണ്ടാവും, മഴമേഘങ്ങൾ ഉണ്ടാവും. ഈ ഈ മേഘങ്ങളെ നമ്മൾ എപ്പോഴും കാണുമ്പോൾ എല്ലാം വെളുത്ത മയങ്ങളാണ്, വൈറ്റ് കളർ. എന്തുകൊണ്ട് ഈ വൈറ്റ് പ്രോപ്പർട്ടി? അതെ, ഇത് നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ സൂര്യനിൽ നിന്നും വരുന്ന നമ്മൾ ഈ പ്രകാശം എന്ന് പറയുന്നില്ല, നമ്മൾ കാണുന്നത് വൈറ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളറാണ്? അല്ല, സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം പ്രധാനമായിട്ടും ഈ വൈറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ വയലറ്റ് മുതൽ പിന്നെ അതെ പ്യൂർ എന്ന് പറയുമ്പോൾ റെഡ് മുതൽ വയലറ്റ് വരെയും, പിന്നെ അൾട്രാ വയലറ്റ്. ഇപ്പം റീസെന്റ് ആയിട്ടൊക്കെ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം അൾട്രാ വയലറ്റിന്റെ ആ ഫ്ലോ ഇത്തിരി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്കിൻ പ്രോബ്ലംസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ റീസെന്റ് ആയിട്ട് അൾട്രാ വയലറ്റ് വരെ. അതിനാണ് നമ്മള് ഓസോൺ ഹോൾ എന്നൊക്കെ പറയുന്നത് കാര്യങ്ങൾ വരുന്നത്. ഓസോൺ ഹോളിന്റെ കാര്യം ഇപ്പൊ ഓസോൺ ഹോള് ഇപ്പൊ ഉണ്ടോ എന്ന് ഇപ്പൊ കൂടിയിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്താണെങ്കിലും റീസെന്റ് ആയിട്ട് നമ്മുടെ ഇപ്പോൾ ഈ മൺസൂൺ സീസൺ കൊണ്ട് കഴിഞ്ഞപ്പോ ഇവിടേക്ക് വരുന്ന റേഡിയേഷന്റെ ശക്തി കൂടിയതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ പെട്ടെന്ന് പ്രശ്നങ്ങളുണ്ട് അതിന്റെ. അപ്പൊ സൺലൈറ്റ് ആ ഒരു റേഞ്ചിലാണ് വരുന്നതെങ്കിലും ആ വരുന്ന സൺലൈറ്റ് ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി, ലോ വേവ് ലെങ്ത്, അത് ഭൂമിയിൽ വന്ന് ഭൂമി ചൂടായിട്ട് ഭൂമി അതിനെ അബ്സോർബ് ചെയ്തിട്ട് ഒരു ഭാഗം ഭൂമിയിൽ നിന്ന് ഉണ്ടാകുന്ന റേഡിയേഷനാണ് ഹീറ്റ് റേഡിയേഷൻ. അതാണ് അന്തരീക്ഷത്തെ ചൂട് റേഡിയേഷൻ. അപ്പം അതിന്റെ ഇമ്പാക്ട് ഈ ക്ലൗഡിലേക്ക് ലൈറ്റ് നിന്ന് അടിച്ച് റിഫ്ലക്ട് ചെയ്ത് വരുമ്പോൾ എല്ലാ വേവ് ലെങ്ത്തും റിഫ്ലക്ട് ചെയ്യുന്നത്, അതായത് റെഡ് മുതൽ വയലറ്റ് വരെയുള്ള എല്ലാം റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വൈറ്റ് കളറായിട്ട്. അതേസമയം അതിന്റെ ഈ കാർമേഘം അത് വാട്ടർ കണ്ടന്റ് വരുമ്പോൾ ഒത്തിരി റേഡിയേഷൻ അത് അബ്സോർബ് ചെയ്തിരിക്കും. ഇപ്പൊ തന്നെ നമ്മുടെ മുഖം തന്നെ നോക്കിയാല് ഈ മുസ്റ്റാഷ് ഒക്കെ ഡാർക്കായിട്ട് തോന്നുന്നുണ്ടോ വെച്ചാൽ മുഖത്ത് വീഴുന്ന ലൈറ്റിന്റെ പല നല്ല ഭാഗം അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് അത് ഇരിക്കുന്നു. മറ്റേ സ്കിന്നിന്റെ ഭാഗം ബ്രൈറ്റ് ആയിട്ട് കാണുന്നു, അവിടുത്തെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും. അപ്പം ചിലപ്പോൾ നല്ല ഫിലിം ആക്ട്രസിനെ കണ്ട് നമ്മളങ്ങ് കൊള്ളാമല്ലോ ഭംഗിയുള്ളത് കാണുന്നത് കാരണം ഒത്തിരി കുട്ടി അടിക്കുന്നുണ്ടാവും. കുട്ടി അടിക്കുന്ന ഭാഗത്തുനിന്ന് നല്ല റിഫ്ലക്ഷൻ, മുടിയിലൊക്കെ നല്ല ഇപ്പൊ പക്ഷെ മുടിക്കൊക്കെ നിറം അടിക്കുന്നുണ്ട്. അപ്പൊ നിറവും വരുന്നുണ്ട്. നിറം അടിക്കാൻ നല്ല ബ്ലാക്ക് ഹെയർ എന്ന് പറയുന്നത് ലൈറ്റിനെ മുഴുവൻ അബ്സോർബ് ചെയ്യുന്ന, ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ അബ്സോർബ് ചെയ്യണം. അതുകൊണ്ടായിരിക്കാം അല്ലേ? അതുകൊണ്ടാണ്. അപ്പം നല്ല റിഫ്ലക്ഷൻ വരുമ്പോൾ അത് വൈറ്റ് ആയിട്ടും നല്ല തിക്ക് ക്ലൗഡ് ആയി കഴിയുമ്പോൾ ഒത്തിരി ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട് ഡാർക്കായിട്ട്. വാട്ടർ കണ്ടന്റ് വരുമ്പോൾ ഒത്തിരി ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടെങ്കിൽ ഒത്തിരി ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. അപ്പൊ അത് തിക്കായിട്ട് കാരണം മഴമേഘങ്ങൾ. അപ്പൊ മഴമേഘങ്ങൾ ഇരുട്ട് കാണും. പലപ്പോഴും ഈ മറ്റേ നമ്മൾ ചിന്തിക്കുമ്പോ നമ്മുടെ മഴയെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു പോയി. അപ്പോ മഴയെ പോലെ തന്നെ മഞ്ഞ് വീഴ്ചയും ഈ മഞ്ഞ് വീഴ്ച ഈ മേഘങ്ങളായിട്ട് എന്തെങ്കിലും ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ വരെ എത്തുമ്പോ തന്നെ അന്തരീക്ഷത്തിലെ താപനില 0 ഡിഗ്രി സെൽഷ്യസ്, അതായത് വെള്ളം മഞ്ഞ വെള്ളം ഐസാകും ടെമ്പറേച്ചർ ഒരു 5 കിലോമീറ്റർ ഹൈറ്റിൽ വെച്ച് തന്നെ 0 ഡിഗ്രിയാണ്. എന്ന് പറഞ്ഞാൽ അതിന് മുകളിലേക്ക് നീരാവി പോയി കഴിഞ്ഞാൽ ക്ലൗഡ് 5 കിലോമീറ്റർ മുകളിൽ, ഞാൻ പറഞ്ഞല്ലോ 16-17 കിലോമീറ്റർ വരെ പോകുന്നത്. അപ്പൊ ഈ 5 കിലോമീറ്റർ മുകളിലുള്ള ക്ലൗഡിലെല്ലാം ഐസ് കട്ടയുണ്ട്, ഐസ് ക്രിസ്റ്റൽസ് ഉണ്ട്. ആ ഐസ് ക്രിസ്റ്റൽസ് വലുതായി താഴേക്ക് വീഴും. അതാണ് ഈ പിന്നെ നമ്മൾ മഴക്കാലത്ത് നല്ല ഐസ് കെട്ടായി വീഴുന്നതിനെ ഒരു പേരുണ്ടല്ലോ, സ്നോഫോളില് വേറൊരു പേരുണ്ട്. അത് സ്നോഫോളൊക്കെ കൂടുതലും ഈ തണുപ്പുള്ള രാജ്യങ്ങളിലാണ് കൂടുതലും കാണുന്നത്. ആലിപ്പഴം എന്ന് പറഞ്ഞ് നമ്മളിവിടെ പറയാറില്ല, കട്ടകൾ, ഐസ് കട്ടകൾ. അത് ഈ ക്ലൗഡിൽ നിന്ന് വരുന്ന അത് വളരെ വലിയൊരു ഇത്ര വലിപ്പത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ കാറൊക്കെ കേടായി പോകും, കാറൊക്കെ പൊട്ടുക അല്ല. വിദേശികൾ എല്ലാം വരുന്നുണ്ട്. ഐസ് ഫോം ചെയ്ത് ടെമ്പറേച്ചർ കുറയുമ്പോഴാണ്. ടെമ്പറേച്ചർ കുറഞ്ഞ് വെള്ളം കണ്ടൻസ് ചെയ്താണ് ഐസ്.